UGC നെറ്റ് അല്ലെങ്കിൽ JRFന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് PYQ ഡിസ്കഷൻ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ആ ക്വസ്റ്റ്യൻസ് അതേപടി അടുത്ത എക്സാമിന് റിപ്പീറ്റ് ചെയ്യണം എന്നില്ല. പക്ഷേ അതിൽ വരുന്ന കൺസെപ്റ്റുകളും കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത എക്സാംസിൽ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാനും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. PYQ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഡിസംബർ 2025 UGC നെറ്റ് കൊമേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ പ്രോസസ് ഓഫ് എൻഷുറിങ് ആക്സസ് ടു അപ്രോപ്രിയേറ്റ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് നീഡഡ് ബൈ ഓൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി ഇൻ ജനറൽ ആൻഡ് വൾണറബിൾ ഗ്രൂപ്പ് such as weaker section and low income groups in particular at an affordable cost. അതായത് അതിൻ്റെ ഒരു ചുരുക്കം ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിലുള്ള വീക്കർ സെക്ഷൻ അല്ലെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പ്സ് ഉണ്ടാവുമല്ലോ, അവർക്ക് നമ്മൾ ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസുകളുടെ ആക്സസ് പ്രൊവൈഡ് ചെയ്യുക, അതിനുള്ള ആക്സസ് അവർക്കും കൂടി എൻഷുർ ചെയ്യുക. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്: ഫിനാൻഷ്യൽ ഇൻ്റഗ്രേഷൻ, ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് മോണിറ്ററി ഇൻസ്റ്റബിലിറ്റി. നമ്മളിതിനെ ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് ആൻസർ കിട്ടും. അതായത് എല്ലാ ആൾക്കാരെയും ഈ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുക ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നാണ്. അതിൻ്റെ ആ ഒരു ടേമിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഓക്കെ, അടുത്ത് നോക്കാം. ഒരു അസേഷൻ റീസൺ ആണ്. അസേഷൻ നോക്കിയാൽ നിങ്ങൾ സ്കിമ്മിങ് പ്രൈസ് പോളിസി ഈസ് അഡോപ്റ്റഡ് വെർ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂ പ്രൊഡക്ട്സ് ആർ നോട്ട് അവൈലബിൾ. സ്കിമ്മിങ് പ്രൈസ് പോളിസി എപ്പോഴാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? നമുക്ക് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും തന്നെ ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? സ്കിമ്മിങ് പ്രൈസ് പോളിസി അഡോപ്റ്റ് ചെയ്യാം. റീസൺ നോക്കി: ദ പോളിസി റിക്വയർ ഫിക്സിങ് എ ലോവർ ഇനീഷ്യൽ പ്രൈസ് ഡിസൈൻ ടു പെനട്രേറ്റ് ദി മാർക്കറ്റ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ ആൻഡ് ഈസ് ഇൻറ്റൻറ്റഡ് ടു മാക്സിമൈസ് ദി പ്രോഫിറ്റ് ഇൻ ദി ലോങ് റൺ. അസേഷൻ സ്കിമ്മിങ് പ്രൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേങ്കിൽ റീസൺ എന്താണ്? റീസൺ റോങ് ആണ്. എന്തിൻ്റെ റീസണാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? അവിടെ കൊടുത്തിരിക്കുന്നത് പെനട്രേറ്റിംഗ് പ്രൈസ് പോളിസി എന്താണെന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പക്ഷേങ്കിൽ അസേഷൻ എന്തായിരുന്നു? സ്കിമ്മിങ് പ്രൈസ് ആണ്. അപ്പം എന്തായി സ്കിമ്മിങ്, എന്തായി പെനട്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിൽ ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 രീതിയിൽ തന്നെ പ്രൈസ് ചെയ്യാം. ഒന്നുകിൽ സ്കിമ്മിങ് ചെയ്യാം അല്ലെങ്കിൽ പെനട്രേറ്റ് ചെയ്യാം. പെനട്രേറ്റ് തന്നെ എന്താണ്? ഇനീഷ്യലി ലോ പ്രൈസ് ചാർജ് ചെയ്യുക, അതാണ് അവിടെ റീസണിൽ പറഞ്ഞിരിക്കുന്നത്. ഇനീഷ്യലി ലോ പ്രൈസ് ചാർജ് ചെയ്യുക, ദെൻ ഗ്രാജുവലി പ്രൈസ് കൂട്ടി വന്ന് നമ്മൾ മാർക്കറ്റിനെ പെനട്രേറ്റ് ചെയ്യുക. പെനട്രേറ്റ് എന്ന് വെച്ചാൽ വ്യാപിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, സ്കിമ്മിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി തന്നെ ഹൈ പ്രൈസ് ചാർജ് ചെയ്യുന്നതെന്ന് വിളിക്കാം, സ്കിമ്മിംഗ് എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പം ഇവിടെ സ്കിമ്മിംഗ് പ്രൈസ് പോളിസി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴേ ഈ ഹൈ പ്രൈസ് ചാർജ് ചെയ്യാൻ പറ്റൂ? ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിന് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും ഇല്ലാത്ത കേസിൽ മാത്രമേ നമുക്ക് ഹൈ പ്രൈസ് ചാർജ് ചെയ്യാൻ പറ്റൂ. അല്ലാത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്കിമ്മിംഗ് പ്രൈസ് പോളിസി അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പം ഇവിടെ അസേഷൻ ശരിയാണ്, ബട്ട് റീസൺ എന്താണ്? റോങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? 3 ആണ്. എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ്. ഓക്കെ, അടുത്തതും ഒരു അസേഷൻ റീസണിങ് ആണ്. അസേഷൻ എന്താ നോക്കുന്നത്? ഹെക്ഷർ ആൻഡ് ഹോഗ്ലിൻ ഡെവലപ്ഡ് എ തിയറി ടു എക്സ്പ്ലെയിൻ ദ റീസൺസ് ഓഫ് ഡിഫറൻസ് ഇൻ റിലേറ്റീവ് കമ്മോഡിറ്റി പ്രൈസസ് ആൻഡ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ബിറ്റ്വീൻ 2 nations. According to this theory, a nation will export the commodity whose production requires intensive nations relatively abundant and cheap factors and import the commodity whose production require intensive use of the nation's scarce and expensive resource. ഈ ഹെക്ഷർ ഓഹ്ലിൻ തിയറിയെ നമ്മൾ എന്താ വിളിക്കുക? HO തിയറി അല്ലെങ്കിൽ ഫാക്ടർ എൻഡോമെൻറ്റ് തിയറി എന്ന് വിളിക്കുക കേട്ടോ. എന്താണ് ഫാക്ടർ എൻഡോമെൻറ്റ് തിയറി? ഈ HO തിയറി പ്രകാരം പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ അബണ്ടൻറ്റ് ഫാക്ടർ എന്താണോ അല്ലെങ്കിൽ ചീപ്പ് ഫാക്ടർ എന്താണോ അതുപയോഗിച്ച് നമ്മൾ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ രാജ്യത്ത് അബണ്ടൻ്റ് ആയിട്ടുള്ള എന്താണോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ യൂസ് ചെയ്തിട്ട് അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പോർട്ട് ചെയ്യണം. ഇനി നമ്മുടെ രാജ്യത്ത് സ്കേഴ്സ് ഫാക്ടർ എന്താണോ അത് ഉപയോഗിച്ച് വരുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ചെയ്യണം. അതിന് നമ്മൾ HO തിയറി പ്രകാരം 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആൻഡ്
ലേബർ ഇൻറ്റൻസീവ്. അപ്പോൾ എച്ച് ഒ തിയറി പ്രകാരം പറഞ്ഞത് ഒരു രാജ്യം ലേബർ ഇൻറ്റൻസീവ് ആണെങ്കിൽ ആ രാജ്യം ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുകയും വേണം, മറ്റുള്ള പ്രൊഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യുക. ഇനി ഒരു രാജ്യം ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെങ്കിലോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യണം, മറ്റുള്ളവ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അതാണ് എച്ച് ഒ തിയറി. അസേർഷൻ കറക്റ്റാണ്. നിങ്ങൾ റീസൺ നോക്കി. ദസ് എ കൺട്രി വിത്ത് അബണ്ടൻസ് ഓഫ് ചീപ്പ് ലേബർ വുഡ് ഇമ്പോർട്ട് ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ട്സ്. തെറ്റല്ലേ? നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? എച്ച് ഒ തിയറി പ്രകാരം നിങ്ങളുടെ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ളത് ലേബർ ആണെങ്കിൽ, ലേബർ ഇൻറ്റൻസീവ് കൺട്രി ആണെങ്കിൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതും എക്സ്പോർട്ട് ചെയ്യേണ്ടതും എന്ത് പ്രൊഡക്റ്റാണ്? ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, ദെൻ ഇമ്പോർട്ട് ചെയ്യേണ്ടത് എന്തായിരിക്കും? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്ട്സ് ആയിരിക്കും. അപ്പം ഇവിടെ അസേർഷൻ കറക്റ്റാണ്, പക്ഷേ റീസൺ എന്താണ്? തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അസേർഷൻ കറക്റ്റ്, റീസൺ തെറ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ 3 എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ്. ഇത് വളരെ സിമ്പിളാണ്. ഓക്കെ, കാരണം റീസൺ എന്തുകൊണ്ടാണ് തെറ്റെന്ന് പറയാൻ കാരണം അവിടെ പറയുന്നത് ചീപ്പ് ലേബർ നമുക്കുണ്ടെങ്കിൽ നമ്മളതിനെ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ലല്ലോ. ചീപ്പ് ലേബർ അല്ലെങ്കിൽ അബണ്ടൻറ്റ് ലേബർ നമുക്കുണ്ടെങ്കിൽ അതുപയോഗിച്ചുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ എന്താ ചെയ്യുക? മാനുഫാക്ചർ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ദെൻ ഇൻകം ടാക്സിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഫോർ അസസ്മെൻറ്റ് ഇയർ 2025-26 ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഷാൾ ബി ലെവീഡ് അറ്റ് ദി റേറ്റ് ഓഫ്. ഇൻകം ടാക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈനലി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും കൂടി ആഡ് ചെയ്യാറുണ്ട് അല്ലേ? നോർമലി അത് 3% ആയിരുന്നു. പക്ഷേ 2025-26 അസസ്മെൻറ്റ് ഇയർ മുതൽ എന്തായിട്ടുണ്ട്? 4% ആയിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ചിന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അതുവരെ എത്രയായിരുന്നു? 3% ആയിരുന്നു. ദെൻ അതിനുശേഷം ഇപ്പം കറണ്ട് അസസ്മെൻറ്റ് ഇയർ 2025-26 മുതൽ എത്ര ആയിട്ടുണ്ടത്? 4% ആണ് നമ്മുടെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് വരുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. എ പോസിബിൾ കോസ്റ്റ് ഓഫ് FDI ടു ദി ഹോസ്റ്റ് കൺട്രി. അപ്പം ഹോം കൺട്രിയും ഹോസ്റ്റ് കൺട്രിയും എന്താണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇതിൽ ചോദിക്കുന്നത് ഹോസ്റ്റ് കൺട്രിക്ക് ഉണ്ടാവുന്ന പോസിബിൾ കോസ്റ്റ് എന്താണെന്നുള്ളതാണ്. അതായത് ഹോം കൺട്രി എന്ന് പറയുന്നത് സപ്പോസ് USA ഇന്ത്യയിൽ വന്നിട്ട് FDI ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാണ്. അപ്പം USA അവരുടെ ഹോമാണ്, ഇന്ത്യ എന്താണ്? ഹോസ്റ്റ് കൺട്രിയാണ്. അപ്പം FDI വരുന്ന സമയത്ത് ഹോസ്റ്റ് കൺട്രിക്ക് ഉണ്ടാവുന്ന നെഗറ്റീവ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിൽ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് മേ ഇൻക്രീസ് ഇൻ ദി ഷോർട്ട് റൺ ബട്ട് ലോങ് റൺ കോമ്പറ്റീറ്റീവ്നെസ് വിൽ ബി റെഡ്യൂസ്ഡ്. സെക്കൻഡ് വൺ, ടെക്നോളജി ട്രാൻസ്ഫർ ഓൾവേസ് ലീഡ് ടു ഡിപ്പെൻഡൻസി ആൻഡ് നോ local innovation get encouraged. Third one, repatriation of profit may lead to capital outflow. Fourth one, FDI inflows always worsens the host country's BOP position. Okay, ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള എന്താണ്? കോസ്റ്റ് ടു ദി ഹോസ്റ്റ് കൺട്രിയാണ് നമ്മൾ നോക്കേണ്ടത്. അതേതാണ്? തേർഡ് വൺ ആണ്, റീപാട്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. എന്താ റീപാട്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ USA ഇന്ത്യയിൽ വന്നു, FDI ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, അവിടെ ബിസിനസ് ചെയ്തു, അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കി. ആ പ്രോഫിറ്റ് അവർ അങ്ങനെ തന്നെ തിരിച്ച് എങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്? USA കൊണ്ടുപോവാണ്. അപ്പം അവിടെ എന്ത് വരുന്നുണ്ട്? ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ വരുന്നുണ്ട്. FDI വന്നപ്പോൾ ഇൻഫ്ലോ വന്നിരുന്നു ഇങ്ങോട്ടേക്ക്, പക്ഷേ അവർക്ക് കിട്ടിയ പ്രോഫിറ്റൊക്കെ അവർ തിരിച്ച് വീണ്ടും അവരുടെ ഹോം കൺട്രിയിലേക്ക് കൊണ്ടുപോകുമ്പം അവിടെ എന്താ വരുന്നത്? ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ആണ് വരുന്നത്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? റീപാട്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, സെക്കൻഡ് വൺ. സോറി, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The probability that a leap year selected at random contains either 53 Sundays or 53 Monday. ഇതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ കൂടിയാണ്, പക്ഷേ അതിൻ്റെ നമ്മുടെ മെയിൻ പേപ്പറിലാണ് അത് കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക എന്നുള്ളത്. ലീപ്പ് ഇയർ എന്താണെന്ന് അറിയാമല്ലോ. 366 ദിവസം വരുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ലീപ്പ് ഇയർ. അപ്പോൾ ലീപ്പ് ഇയറിൽ 52 വീക്സും വരും, ദെൻ 2 ഡേയ്സും വരും. 52 വീക്സ് ആൻഡ് 2 ഡേയ്സ്. ഓക്കെ ആണല്ലോ? 52 വീക്സ് ആൻഡ് 2 ഡേയ്സ്. അപ്പോൾ ഈ 2 എക്സ്ട്രാ ഡേയ്സ് വരുന്നതിന് 7 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നെന്താവാം? സൺഡേ മൺഡേ ആവാം അത്, അല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ, അല്ലെങ്കിൽ ട്യൂസ്ഡേ വെനസ്ഡേ,
വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ആൻഡ് സാറ്റർഡേ സൺഡേ. ഇതാണ് ഈ എഡീഷനിൽ വരുന്ന 2 ദിവസങ്ങളിൽ 2 ദിവസം എങ്ങനെ വരാം എന്നുള്ളത് 7 പോസിബിലിറ്റീസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാം. ദ ലീപ്പ് ഇയർ കണ്ടെയ്ൻസ് 53 സൺഡേയ്സ്. ഓക്കെ, അതിൽ ഒരു സൺഡേ കൂടി വരാനുള്ള പോസിബിലിറ്റി എന്താണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തെ കേസ് എന്താണ്? കണ്ടെയ്ൻ 53 സൺഡേ. രണ്ടാമത്തെ കേസ് എന്താണ്? ലീപ്പ് ഇയർ കണ്ടെയ്ൻ 53 മൺഡേ. ഓക്കെ, ഇതിൽ സൺഡേ വരാനുള്ള പോസിബിലിറ്റി എത്രയുണ്ട്? 2 പ്രാവശ്യം ഉണ്ടല്ലേ. ഏതൊക്കെയാണ്? ഒന്ന് ഇവിടെ സൺഡേ മൺഡേ വരുമ്പോൾ ഉണ്ടാവും, ദെൻ സാറ്റർഡേ സൺഡേ വരുമ്പോൾ ഉണ്ടാവും. അതേപോലെ മൺഡേ വരാനുള്ള പോസിബിലിറ്റി എത്രയുണ്ട്? സാറ്റർഡേ മൺഡേ അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ മൺഡേ ട്യൂസ്ഡേ അവിടെ എന്ത് വരുന്നുണ്ട്? മൺഡേ വരുന്നുണ്ട് അല്ലേ. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2/7, അതായത് 53 സൺഡേ വരാനുള്ള പോസിബിലിറ്റി 2/7 ആണ്. കാരണം 2/7 എന്ന് പറയാൻ കാരണം എന്താണ്? 2 പ്രാവശ്യമാണ് അതിൻ്റെ പോസിബിലിറ്റി വരുന്നത്. ഒന്നിവിടെയാണ്, ദെൻ ഒന്നിവിടെയാണ്. അപ്പം 7 2 പ്രാവശ്യം 2/7. അതേപോലെ 53 മൺഡേ വരാനുള്ള പോസിബിലിറ്റിയും എന്താണ്? 2/7 ആണ്. ഒന്ന് ഇത് തന്നെയാണ്, സൺഡേ മൺഡേ ദെൻ മൺഡേ ട്യൂസ്ഡേ. ഇപ്പോൾ 2/7 പ്ലസ് 2/7. ഇനി അതിൽ നിന്ന് കോമൺ ആയിട്ട് വരുന്ന ഒരു കേസ് ഉണ്ട്, സൺഡേയും മൺഡേയും ഒരുമിച്ച് വരുന്നത്. അതേതാണ്? ഈ ഒരു കേസാണല്ലേ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പം ഇതെന്താണ്? 1/7 ആണ്. നേരത്തെ എന്തായിരുന്നു? 2/7 പ്ലസ് 2/7 മൈനസ് 1/7. അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3/7 കിട്ടും. ഓക്കെ, ഇതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? 3/7 ആണ്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി മിത്ത് അബൌട്ട് റൂറൽ മാർക്കറ്റ്? റൂറൽ മാർക്കറ്റിനെ കുറിച്ചുള്ള മിത്ത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, അതിൽ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിന് കോമ്പിനേഷനാണ് നമ്മൾ ചോദിക്കുന്നത്. All villages are equally populated. Rural consumers are heterogeneous a lot. Being illiterate, rural consumer is not able to discriminate between products and brand. Next, only low priced product will sell in rural India. Then rural market are the consumer durable market. Okay, ഇതിൽ ഓപ്ഷൻസ് നമ്മൾ കറക്റ്റ് ഡയറക്റ്റ്ലി ഞാൻ പറയുകയാണ്. സെക്കൻഡ് ഓപ്ഷനാണ് വരുന്നത്. സെക്കൻഡ് ഓപ്ഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? എ, സി ആൻഡ് ഡി. അതായത് ഓൾ വില്ലേജസ് ആർ ഈക്വലി പോപ്പുലേറ്റഡ്, അതൊരു മിത്താണ്. പിന്നെ അതേപോലെ ബീങ് ഇല്ലിറ്ററേറ്റ് റൂറൽ കൺസ്യൂമേഴ്സ് ഈസ് നോട്ട് ഏബിൾ ടു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ പ്രോഡക്റ്റ് ആൻഡ് ബ്രാൻഡ്, അതൊരു മിത്താണ്. അതായത് റൂറൽ കൺസ്യൂമേഴ്സിന് പ്രൊഡക്റ്റും ബ്രാൻഡും ഒന്നും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള കഴിവില്ല എന്നുള്ളത് ഒരു മിത്താണ്. അതേപോലെ തന്നെ ഡി എന്താണ്? ഓൺലി ലോ പ്രൈസ്ഡ് പ്രൊഡക്റ്റ് വിൽ സെൽ ഇൻ റൂറൽ ഇന്ത്യ, അതൊരു തെറ്റായ ഒരു കാര്യമാണ് അല്ലേ. യെസ്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ വരുമ്പോൾ കുറച്ച് നമ്മൾ ലോജിക്കലായിട്ടും കൂടി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസേഴ്സ് കിട്ടും. അവിടെ നമ്മുടെ ആൻസർ എന്നാണ്? 2 ആണ്. ദ നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദി കറക്റ്റ് ഇക്വേഷൻ ഓഫ് കോബബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കോബബ് ഡഗ്ലസിൻ്റെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമ്മൾ ചെറിയ ക്ലാസ് വരെ പഠിക്കുന്നതാണ്. അതിൻ്റെ കറക്റ്റ് ഇക്വേഷനാണ് ചോദിക്കുന്നത്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ഇക്വേഷൻ ഏതാണ്? സെക്കൻഡ് വൺ ആണ്. Q is equal to A into L alpha K beta. ഓക്കെ, ഇതിൽ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബറാണ്. കെ ക്യാപിറ്റലാണ്. ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ട്, അതേപോലെ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ട്, അതേപോലെ തന്നെ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ട്. അതായത് എങ്ങനെയാണത് ഡിറ്റർമൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അതെന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഇനി ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലാണ്. ഇനി ആൽഫ പ്ലസ് ബീറ്റ ലെസ് ദാൻ 1 ആണെങ്കിൽ എന്താണ്? ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലാണ്. ഇതും കൂടി നിങ്ങൾ ഓർത്ത് വെക്കാം. ഒന്ന് ഇതിൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കാം. ഇതിന് ഇൻക്രീസിങ് റിട്ടേൺ, ഡിക്രീസിങ് റിട്ടേൺ, കോൺസ്റ്റൻറ്റ് റിട്ടേൺ. ഞാനിതിൽ നമ്മുടെ ഈ 2025 ചോദിക്കാത്തൊരു ക്വസ്റ്റൻ ആണ്, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റൻ കൂടി ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയാലോ. ഇതാണ് കോബബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ Q is equal to AL alpha K beta will give constant returns to scale when. എപ്പോഴാണ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ കിട്ടുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ. എപ്പോഴാണ്? ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ്. ഇനി ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലാണ് അല്ലേ.
ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇനി ആൽഫ പ്ലസ് ബീറ്റ ഇസ് ലെസ് ദാൻ 1 ആണെങ്കിലോ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which statement best capture the difference between FDI and FPI? FDI നിങ്ങൾക്കറിയാം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. FPI എന്താണ്? FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും FPI എന്താണ്? ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ് നോക്കിയാൽ നിങ്ങൾ FDI ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ് ആൻഡ് മാനേജറൽ കൺട്രോൾ. ശരിയാണല്ലേ? നമ്മളൊരു ബിസിനസ്സിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ അവിടെയുള്ള കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? FDI ചെയ്യുന്നത്. FPI എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ്സ് എ പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് കൺട്രോളൊന്നുമില്ല, പക്ഷെ നമുക്ക് അതിന് എന്ത് കിട്ടും? റിട്ടേൺ കിട്ടും. അതൊരു ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ FDI ഇൻവോൾവ്സ് ഓൺലി ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്. FPI ഇൻവോൾവ്സ് ബോത്ത് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് സെക്യൂരിറ്റി. അത് തെറ്റാണ്. FDI ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ? അല്ല, പല രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി FDI ഈസ് റെക്കോർഡഡ് ഇൻ കറണ്ട് അക്കൗണ്ട്, FPI ഈസ് റെക്കോർഡഡ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കൃത്യമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. FPIയും FDIയും നമ്മൾ എവിടെയാണ് കാണിക്കുക? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കുക, കറണ്ട് അക്കൗണ്ടിലല്ല. ഓക്കെ, നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ ബോത്ത് FDI ആൻഡ് FPI ഗിവ് ഇൻവെസ്റ്റേഴ്സ് വോട്ടിംഗ് റൈറ്റ്സ് ഇൻ ദ ഹോസ്റ്റ് കൺട്രി. അതും തെറ്റാണ്. അപ്പം ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ. ദെൻ നമ്മുടെ ഇന്നത്തെ PYQലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് arrange the following in the correct sequence in which they are computed for determining net cash from operating activities as per accounting standard 3. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സേഷൻ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് കാണാം. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്, ദെൻ cash generated from operations, then cash flow before extraordinary items. Okay. അപ്പോൾ ആ ഒരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കാൻ പറ്റും. അത് എപ്പോഴും നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെച്ചിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സേഷൻ വെച്ചിട്ടാണ്. ആണല്ലോ, ആ ക്വസ്റ്റ്യൻ ചെയ്തവർക്കറിയാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആണ്. അതായത് കറണ്ട് അസറ്റ്സിൻ്റെയും കറണ്ട് ലാബിലിറ്റിയിലെയും ഇൻക്രീസും ഡിക്രീസും നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം അതിനുശേഷം, അല്ലേ? പിന്നെ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ കിട്ടും. ദെൻ ക്യാഷ് ഫ്ലോ ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്. ഓക്കെ. അപ്പം PYQ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്ത് പോവുക.